രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അച്ചാനിങ്ങനെ കുഴച്ചിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അച്ചായൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്, പുലർച്ചെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചു അതിനായി അടുത്തായിട്ട് ഇതാ വെള്ളം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. ഇന്ന് താറിൻ്റെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ചായൻ നേരത്തെ തന്നെ ഒരുപാട് സാധനം കുഴച്ച് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ ഇതായി ഇറങ്ങി. നമ്മുടെ കുറച്ച് വണ്ടികൾക്ക് മാത്രമേ അവിടെ പരിപാടിയുള്ളൂ നമ്മുടെ യാർഡിലായിട്ട്. അപ്പോൾ നമുക്കിന്ന് ഉപ്പളയാണ് പണി. ഉപ്പള കുറച്ച് GSBയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉപ്പള ഭാഗത്ത് ഇതാ അവസാന ഘട്ട ഫോർമേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡിലെ അവസാന മണ്ണടി പരിപാടി എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ഇവിടെ GSB ഒക്കെ ഫ്രണ്ടിലായിട്ട് കുറച്ച് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേഡർ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ലെവലായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പള ഫ്ലൈ ഓവർ മുതൽ നമ്മുടെ മംഗൾപ്പാടി അവിടം വരെ മൊത്തം ഒരൊറ്റയടിക്കൊരു താറിങ് പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഏതാണ്ട് ഇവിടെയൊക്കെ GSB WMൻ്റെ പരിപാടി ഇപ്പോൾ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിൻ്റെ ഫോർമേഷൻ പരിപാടികൾ കംപ്ലീറ്റ് ആയാൽ അടുത്തത് ഘട്ടം GSB ഇടണം, പിന്നെ WM അടിക്കണം. അതിനുശേഷം മൊത്തം നമ്മൾ ഒരേപോലെ താർ ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഉപ്പള നല്ല തകൃതിയായിട്ടുള്ള നല്ല സ്പീഡിലുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ പിടുത്തം വിട്ട പണിയാണ്. എല്ലാ വണ്ടികളും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോസിൻ്റെ റോഡല്ലാണുള്ളത്. വർക്കിൻ്റെ സ്പീഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ. ഒരുപാട് ആളുകൾ ഉപ്പള എന്തായി പണി എന്തായി എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഉപ്പളയുള്ള അവസ്ഥ ഇതാണ്. ഇവിടെ നല്ല ഹൈ സ്പീഡിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത്. എല്ലായിടത്തും ഓരോരുത്തരും പണിയിലാണ്. നമ്മുടെ റോഷി ഇതാ ഇവിടെ റോളർ അടിച്ച് സെറ്റാക്കുന്നുണ്ട്. മൊത്തം പരിപാടി തന്നെയാണ്. നമ്മുടെ കോൺക്രീറ്റ് വണ്ടി ഇതാ ഒരു സൈഡിലൂടെ ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ റോഷി ഇതാ ഇവിടുന്ന് റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് വലിക്കാനായി നിൽക്കുന്നു. ഒരു ഗ്രേഡർ നമ്മുടെ പിറകിലായിട്ട് GSB ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ നമ്മളിതാ ഷീത്തിൻ്റെ വണ്ടിയിലാണുള്ളത്. നേരെ ഉപ്പള ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നേരത്തെ
ഇറ്റാച്ചൊക്കെ മണ്ണൊക്കെ കട്ട് ചെയ്ത് ആവശ്യമില്ലാത്ത മണ്ണൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നല്ല മണ്ണായിട്ട് ഇവിടെ ലെവൽ ചെയ്ത് സെറ്റാക്കി ഫോർമേഷൻ ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ഇതാ നമ്മുടെ ഗ്രേഡർ ഇങ്ങനെ മണ്ണ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഗ്രേഡറാണ് ഇപ്പോൾ ഒരേ സമയം മണ്ണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വർക്ക് തീരാൻ ഇനി ദിവസങ്ങൾ മാത്രം. അതായത് നമ്മുടെ GSB WM ആ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി എല്ലാ വർക്കും ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈയൊരു ഭാഗം, നമ്മുടെ ഉപ്പളയുടെ ഈയൊരു ഭാഗം കൂടി നമ്മൾ GSB WM അടിച്ചു കഴിഞ്ഞാൽ ടാറിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൈക്കമ്പ ഭാഗത്തായിട്ട് ഇതാ സൈഡിൽ ഫില്ല് ചെയ്യാനുള്ള WMൻ്റെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇറ്റാച്ചൊക്കെ ഇതാ ഇവിടെ ഓരോരോ പരിപാടിയിലാണ്. ഇവിടെ കട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ റെഡി മിക്സ് വണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ഗ്രൈഡറൊക്കെ കാര്യമായിട്ടുള്ള ലെവലിംഗ് പരിപാടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇറ്റാച്ച് ചുട്ടീച്ചാട്ടം ഇതാ ഇവിടെ നിന്ന് മൊത്തത്തിൽ സാധനങ്ങളൊക്കെ ഇളക്കി മറിക്കുകയാണ്. നമ്മുടെ ഉപ്പളയുടെ മുഖച്ഛായ തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോർമേഷൻ്റെ വർക്കെല്ലാം ഏതാണ്ട് ഇതാ കംപ്ലീറ്റ് ആവാറായി. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ GSBയുടെ വർക്കും കംപ്ലീറ്റ് ആവും. GSB WMൻ്റെ വർക്കും കംപ്ലീറ്റ് ആവും. അതിനുശേഷം ടാറിങ് പരിപാടികളൊക്കെ തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ. ദൂരെ നിന്ന് നമ്മുടെ ടൈലർ ഇതാ ഫ്രിക്ഷൻ സ്ലൈവും കയറ്റി ഇതുവഴി കടന്നു വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് നമ്മുടെ ക്രെയിനും ഉണ്ട് കേട്ടോ. ഒരു നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പം നമ്മുടെ ഫ്രിക്ഷൻ സൈബം കൊണ്ട് ഇതാ നമ്മുടെ ടൈലർ ഇതാ ഉപ്പള ഭാഗത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഓരോരോ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ ഒസങ്കടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പളയുള്ള എല്ലാ മണ്ണടി ഫോർമേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ GSB അടിക്കണം, WM അടിക്കണം, പിന്നെ ടാറിങ്ങിൻ്റെ പണിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരുക്കപ്പാടാണ് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റിലോട്ടുള്ള വഴിയിലോട്ട് കയറിയിട്ടുണ്ട്.